UP സ്കൂളിൻ്റെ ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു ലെവലിൽ എത്തി നിൽക്കുന്ന സമയത്താണ് അച്ഛൻ്റെ മരണം ഉണ്ടാവുന്നത്. മോൻ ആ സമയത്ത് ഹോസ്പിറ്റലൈസ് ആവുകയും ചെയ്തു. അതൊരു വല്ലാത്ത ഷോക്കായിപ്പോയി. അങ്ങനെ ഞാൻ PSC പഠനം തന്നെ നിർത്തിയ അവസ്ഥയായിപ്പോയി. അച്ഛനാണ് നമ്മളെ കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളത്. അച്ഛന് നമ്മളൊരു ജോലിയായി കാണുന്ന അച്ഛനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് നേടിക്കൊടുക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്ന് പിന്നെ ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ വീണ്ടും ഞാൻ എയ്സിലേക്ക് വരികയാണ് ഉണ്ടായത്. അച്ഛനാണ് നമ്മളെ കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളൊരു ജോലിയായി കാണുന്ന അച്ഛനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഹായ്, ഞാൻ നിമിഷ. എയ്സിലെ LP-UP ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ LP-UPയുടെ തന്നെ എക്സാം ബാച്ചിലൊരു സ്റ്റുഡൻ്റാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കമ്പനി ബോർഡ് LGS, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, UPയുടെ NCA എക്സാം, ട്രിവാൻഡ്രം NCA എക്സാം എന്നീ ലിസ്റ്റുകളിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ കമ്പനി ബോർഡ് LGSൻ്റെ അഡ്വൈസ് മെമ്മോ ഇപ്പോൾ അടുത്ത് ലഭിച്ചു. 2020 ഫസ്റ്റിലാണ് ഞാനിങ്ങനെ PSCയിലോട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ മുന്നേ ഗസ്റ്റ് ടീച്ചറായിട്ട് ഒരുപാട് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മോനായി, പിന്നെ പഠിപ്പിക്കാൻ പോകാനും പറ്റാണ്ടായി. ഗസ്റ്റ് ടീച്ചറായിട്ട് പോകുന്നത് നിലച്ചു. പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നൊരു സമയത്ത്, അതും ആ കൊറോണ വന്നൊരു സമയമായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഒരു സ്ഥിരമായിട്ടൊരു ജോലി വേണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് UP എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഉണ്ടായിരുന്ന LDC ആയിരുന്നു, അത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് അതിന് പ്രിലിംസ് വരുന്നുണ്ട്. പ്രിലിംസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സമയമായിരുന്നു. അപ്പോൾ PSC തന്നെ എന്താണെന്ന് അറിയാത്തൊരു സമയമായിരുന്നു. കൂടെ പ്രിലിംസും കൂടെ വന്നപ്പോൾ ആകെ ടെൻഷനായി. എങ്ങനെ പഠിക്കണം ഒരു ഐഡിയ ഇല്ലാണ്ടായി. അപ്പോഴാണ് ഇവിടെ എയ്സിൽ മുമ്പ് പഠിച്ച ഒരു ചേച്ചി പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ LDC കിറ്റിൽ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. ആ എയ്സിൻ്റെ LDC കിറ്റ് എടുത്തിട്ടാണ് ഞാൻ PSC പഠനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു PSCയിൽ ഒരു ബേസ് കിട്ടാൻ സഹായിച്ചത് ആ ഒരു LDC കിറ്റിൽ നിന്ന് പഠിച്ചതാണ്. കാരണം അന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടി, ഒരുപാട് പഠിക്കാനായി. അങ്ങനെ എനിക്ക് ആ ഫസ്റ്റ് പ്രിലിംസ് എനിക്ക് ക്ലിയർ ചെയ്യാനായി. അങ്ങനെ പക്ഷേ മെയിൻസ് വന്ന സമയത്ത് നമ്മൾ സപ്ലിയിലായിപ്പോയി. അത് ഭയങ്കര നിരാശയായിപ്പോയി. കാരണം പഠിച്ചിരുന്നു, എന്നാലും ആ ഒരു ലെവലിലേക്ക് എത്താൻ നമുക്ക് പറ്റിയില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായം ഉണ്ടെങ്കിൽ, റെഗുലറായി നമ്മൾ അവിടെ പോയി പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ലെവൽ കൂടും, നമുക്ക് ഒന്നും കൂടി ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ മോൻ ചെറുതായത് കാരണം ആ ഒരു ആഗ്രഹം ഞാൻ മനസ്സിൽ തന്നെ വെച്ചു. പിന്നെ മോന് അംഗനവാടിയിലേക്ക് പോകുന്ന ആ ഒരു സമയമായപ്പോൾ ഞാൻ എയ്സിൽ വന്ന് ചേരുകയുണ്ടായത്. അതിന് മുന്നേ എയ്സിൻ്റെ മുന്നിലൂടെ പാസ് ചെയ്യുമ്പോൾ, അതിനിപ്പം മുന്നേ ആയാലും ഇപ്പോഴായാലും എയ്സിലേക്ക് എപ്പോഴും നോക്കാറുണ്ട്. ഞാൻ അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് പഠിക്കുക എന്നുള്ളത്. കാരണം എയ്സിൽ വന്നാൽ ജോലി കിട്ടുന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എയ്സിൽ ചേർന്നു. ഞാൻ UP സ്കൂൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചേർന്നിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് കുഞ്ഞുനാളിലെ ടീച്ചർ ആവണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് UP സ്കൂളിന് ചേരുന്നത്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ചേർന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ റീഡിംഗ് കാർഡ് എടുത്ത് പിറ്റേ ദിവസം നമുക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ റീഡിങ്ങിനിരുന്നു. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടുത്തെ റീഡിംഗ് ഫെസിലിറ്റീസ് നല്ല ബെറ്ററാണ്. ഒരുപാട് ബുക്സുകൾ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റി. ഒരുപാട് ബുക്സ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. വീട്ടിലിരിക്കുന്നതിനേക്കാളും കൂടുതൽ പഠനം എനിക്ക് എയ്സ് വന്നിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ അതുപോലെ തന്നെ UP സ്കൂളിൻ്റെ ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത്, നമ്മളൊരു ലെവലിൽ എത്തി നിൽക്കുന്ന സമയത്താണ് അച്ഛൻ്റെ മരണം ഉണ്ടാവുന്നത്. അച്ഛന് നമ്മളെ പഠിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ്റെ മരണം, അതുപോലെ മോൻ ആ സമയത്ത് ഹോസ്പിറ്റലൈസ് ആവുകയും ചെയ്തു. അതൊരു വല്ലാത്ത ഷോക്കായിപ്പോയി. അങ്ങനെ ഞാൻ PSC പഠനം തന്നെ നിർത്തിയ അവസ്ഥയായിപ്പോയി. എയ്സിലേക്കൊന്നും വരാതെയായി, വീട്ടിൽ തന്നെ ഇരിപ്പായി. പിന്നെ
പിന്നെ നമുക്ക് തോന്നി അച്ഛനാണ് നമ്മളെ കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളത്. അച്ഛന് നമ്മളൊരു ജോലിയായി കാണുന്ന അച്ഛനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് നേടിക്കൊടുക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്ന് പിന്നെ ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ വീണ്ടും ഞാൻ എയ്സിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ എയ്സിലേക്ക് വന്ന് പഠിത്തം തുടങ്ങി. അപ്പോൾ വന്ന എക്സാമുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം നല്ലൊരു ഗ്യാപ്പ് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ വീണ്ടും എയ്സിലേക്ക് വരുന്നത്. അത് നമ്മൾ ഫസ്റ്റ് മുതലേ തുടങ്ങുന്ന ഒരു ഗ്രാഫ് പെട്ടെന്ന് താഴേക്ക് പോയ പോലെ, ഒരു മുകളിൽ എത്തി നിൽക്കുന്ന ഗ്രാഫ് പെട്ടെന്ന് താഴേക്ക് പോയ പോലെ തോന്നി. പിന്നെ നമ്മളത് പഠിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ അച്ഛൻ്റെ ഒരു ആഗ്രഹം എനിക്ക് നേടിക്കൊടുക്കണം എന്ന് ഭയങ്കര ഇത് മനസ്സിൽ വന്നുകൊണ്ട്, കാരണം ഞാൻ ബുദ്ധിമുട്ടി തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഇത് ഓവർകം ചെയ്ത് കുറേ പരീക്ഷകൾ എഴുതി, കുറേ പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ പറ്റി. അതിൽ ഒന്നായിരുന്നു സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം ക്ലിയർ ചെയ്തു, മെയിൻ ലിസ്റ്റിലെത്തി. പക്ഷേ ഫിസിക്കൽ എന്ന കടമ്പ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു, അതുകൊണ്ട് അത് കിട്ടിയില്ല. അത് ഭയങ്കര സങ്കടമായിരുന്നു. മെയിൻ ലിസ്റ്റിൽ വന്നിട്ട് പിന്നെ എൻഡ്യൂറൻസ് ടെസ്റ്റ് നമുക്ക് കിട്ടിയില്ല. അത് ഭയങ്കര സങ്കടമായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മറ്റുള്ള എക്സാമുകളൊക്കെ എഴുതി. അതിൽ കൂടുതൽ പ്രിലിംസും കിട്ടി. അതുപോലെ ഡിഗ്രി മെയിൻസ്, +2 മെയിൻസ് എഴുതി, ഡിഗ്രി മെയിൻസ് എഴുതി. അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം എഴുതി. അതിൽ നമുക്കിപ്പോൾ ലിസ്റ്റിൽ വരാൻ പറ്റി. ആ സമയത്ത് തന്നെ 10th മെയിൻസും എഴുതുന്നത്. 10th മെയിൻസിൽ കമ്പനി ബോർഡ് LGS ക്ലിയർ ചെയ്യാൻ പറ്റി. അതിൽ മെയിൻ ലിസ്റ്റിൽ വന്നു. ഇപ്പം എനിക്കതിൻ്റെ അഡ്വൈസും ലഭിച്ചു. ഇതിനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എയ്സാണ്. അതുപോലെ എൻ്റെ ഫാമിലിയും എൻ്റെ ഹസ്ബൻഡും ഒക്കെയാണ്. അപ്പോൾ ഇതിന് എയ്സിനോട് തന്നെ നല്ലൊരു താങ്ക്സ്. കാരണം ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ക്ലാസ്സുകളേക്കാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഇവിടുത്തെ റീഡിങ് ഫെസിലിറ്റി തന്നെയാണ്. ക്ലാസ്സുകൾ എനിക്ക് കുറേ ഗ്യാപ്പ് വന്നത് കാരണം കുറേ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ റീഡിങ് ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ചേരുന്ന കുട്ടികളൊക്കെ നിർബന്ധമായിട്ടും ഇവിടെ റീഡിങ്ങിന് വരണം എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് തന്നെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ അമ്മ കുറച്ച് ഏജ്ഡാണ്, പിന്നെ മോനെ നോക്കണം, അങ്ങനത്തെ കേസ് എല്ലാവർക്കും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാവും. എന്നാലും നമുക്ക് കഴിയുന്ന സമയമൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് പഠിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് റിവൈസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പഠിച്ചൊരു കാര്യം എക്സാമിന് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എക്സാമിന് വരുമ്പോൾ അത് റിവൈസ് ചെയ്യാത്തത് കാരണം നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ എക്സാം ഹാളിൽ നിന്ന് നമ്മൾ ആകെ ഡസ്പായി പോവും. ആ ഒരു എക്സാമിനെ തന്നെ നമുക്ക് അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാലും ഇത്ര നമുക്ക് സങ്കടം തോന്നില്ല. പക്ഷേ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ അതവിടെ കാണുമ്പോഴുള്ള ഒരു അവസ്ഥ വല്ലാത്ത അവസ്ഥ. ആ ഒരു എക്സാമിനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെ എന്തായാലും റിവൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം.